ലോകരാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ശേഷി അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വെനിസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അവരുടെ കിടപ്പറയിൽ നിന്നും അമേരിക്കൻ പട്ടാളം തട്ടിക്കൊണ്ടുപോയ വാർത്ത വന്ന പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങളെല്ലാം അവരുടെ പ്രതിരോധ മേഖലയിൽ വൻ ശ്രദ്ധയാണ് കേന്ദ്രീകരിക്കുന്നത്. നോർത്ത് കൊറിയ ഈ സംഘർഷങ്ങൾക്കിടയിൽ സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇത്തരം സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരിഹാരം അപ്പോൾ തേടാതെ അതിനു മുന്നേ സജ്ജമായിരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതി. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഓരോ ദിവസവും പ്രതിരോധ മേഖലയുടെ ഓരോ വിഭാഗങ്ങളെയും വർഷങ്ങളായി ശാക്തീകരിച്ചു വരികയാണ്. നമ്മുടെ രാജ്യം ഇപ്പോൾ പുതിയൊരു നാവിക താവളം സജ്ജീകരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു വലിയ നീക്കം രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം വരുന്നത്? പറഞ്ഞുതരാം. പശ്ചിമ ബംഗാളിലെ ഹാൽദിയയിലാണ് ഈ പുതിയ നാവിക താവളം ഇന്ത്യ ഒരുക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്? സമുദ്ര നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സമുദ്ര സുരക്ഷ ഉയർത്തുന്നതിന് വേണ്ടിയും ദ്രുത പ്രതികരണ ശേഷി വളർത്തുന്നതിന് വേണ്ടിയുമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഇതുപോലൊരു വലിയ നീക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി എവിടെയാണ് ഈ ഒരു പദ്ധതി ഒരുങ്ങുന്നതെന്ന് കൃത്യമായി പരിശോധിക്കാം. പശ്ചിമ ബംഗാളിലെ ഹാൽദിയയിലാണ് ഈ ഒരു പദ്ധതി ഒരുങ്ങുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഹൂഗ്ലി നദിയെ കുറിച്ച് ഓർക്കുന്നില്ലേ? ഈ ഹൂഗ്ലി നദി ഹാൽദി നദിയുമായി സംഗമിക്കുന്ന സ്ഥലത്തിനടുത്താണ് ഈ തന്ത്രപരമായ താവളം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം തിരഞ്ഞെടുത്തതിൽ ഒരു പ്രധാന കാരണമുണ്ട്. ഇവിടെ നിന്നും ബംഗാൾ ഉൾക്കടലിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുമെന്ന ആ വലിയൊരു നേട്ടം കാരണമാണ്. കൂടാതെ ആഴക്കടൽ സാൻഹെഡ്സ് പ്രദേശത്തു നിന്നും വെറും 130 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ എന്നതും വസ്തുതയാണ്. ഇവിടെ നിലവിൽ 1970 മുതൽ പ്രവർത്തിക്കുന്ന ഒരു ഹാൽദിയ ഡോക്ക് കോംപ്ലക്സ് ഉണ്ട്. ഇവിടെ ബൾക്ക് കാർഗോ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ പനാമക്സ് വലുപ്പത്തിലുള്ള കപ്പലുകളെ ഉൾക്കൊള്ളുകയും ചെയ്യുമെന്നതാണ്. പനാമക്സ് വലുപ്പത്തിലുള്ള കപ്പലുകൾ എന്നാൽ പനാമ കനാലിന്റെ സൈസിൽ ഉള്ള വലിയ വെസലുകളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാവികസേനയ്ക്ക് ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളായി ഉപയോഗിക്കാൻ സാധിക്കും. അത് വലിയൊരു നേട്ടമായി തന്നെയാണ് നിൽക്കുന്നത്. ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകളും ന്യൂ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകളും പോലെയുള്ള ചെറിയ യുദ്ധക്കപ്പലുകളെ ഇവിടെ വിന്യസിക്കാൻ സാധിക്കും. ചെറു യുദ്ധക്കപ്പലുകൾ കടൽക്കൊള്ള തടയുന്നതിന് വേണ്ടിയുള്ള പെട്രോളിംഗ് ആവശ്യങ്ങൾക്കും മറ്റുമായി വേഗത്തിൽ വിന്യസിക്കാൻ സാധിക്കുമെന്നത് വലിയൊരു നേട്ടമാണ്. എന്തായാലും ഈ ഒരു നാവിക താവളത്തിന്റെ വരവോടുകൂടി ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഉടലെടുക്കാൻ സാധ്യതയുള്ള സംഘർഷങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് 2018 ഫ്ലോട്ടിംഗ് ജെട്ടികൾ അവതരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിലൂടെ നാവികസേനയ്ക്ക് വളരെയധികം പ്രയോജനകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുമെന്നത് എടുത്തു തന്നെ പറയണം. ശരിക്കും ബംഗാൾ ഉൾക്കടലിൽ നിന്നും മലാക്ക കടലിടുക്കിലേക്ക് പോകുന്ന ജലഗതാഗത സംവിധാനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ ഈ ഒരു നാവിക താവളത്തിലൂടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയ രീതിയിൽ തന്നെ സാധിക്കുമെന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിൽ സമാധാനം സൃഷ്ടിക്കൽ അതുപോലെ തന്നെ സുരക്ഷാ പരിപാലനം എന്നീ കാര്യങ്ങൾ രാജ്യത്തിന് ഈ ഒരു നാവിക താവളത്തിന്റെ സഹായത്തോടെ കൃത്യമായി ചെയ്യാനാകുമെന്ന് എടുത്തു തന്നെ പറയണം. വലിയ സാമ്പത്തികമായ നേട്ടവും രാജ്യം ഈ ഒരു നാവിക താവളം വരുന്നതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു നാവിക താവളം തുറക്കുന്നതിലൂടെ അതിന്റെ അറ്റകുറ്റപ്പണികൾക്കും അവിടുത്തെ ലോജിസ്റ്റിക്സ് സേവനങ്ങൾക്കും വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ വലിയ രീതിയിൽ തന്നെ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് എല്ലാ തരത്തിലും ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.